ചിത്രേ, ഇന്ന് വാർത്താ മാധ്യമങ്ങളിലെല്ലാം ഒരു പ്രധാനപ്പെട്ട ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. 56-കാരിയെ കുളിക്കടവിൽ വെച്ച് ഒരാൾ ലൈംഗികമായി പീഡിപ്പിക്കുന്നു. ഇത് ആലപ്പുഴയിൽ നിന്നുള്ളൊരു വാർത്തയായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ പ്രത്യേകിച്ച് ഹൈലൈറ്റ് ആയി തോന്നിയ ഒരു ഫാക്ടർ എന്ന് പറയുന്നത്, ആള് പരിസരത്ത് തന്നെ ഉള്ളതാണ്. കുളിക്കടവ് എന്നൊക്കെ പറയുന്ന ഒരു ഓപ്പൺ സ്പേസ് അല്ലേ? ഈ ഓപ്പൺ സ്പേസിലേക്ക് ഈ ലൈംഗിക അതിക്രമണം നടത്താൻ അത്രയ്ക്ക് ദാരിദ്ര്യം നമ്മുടെ നാട്ടിലുണ്ടോ? ദാരിദ്ര്യത്തിന്റെ അല്ല, അയാൾക്ക് എന്തോ മാനസികമായിട്ടുള്ള പ്രശ്നമുള്ള ആളാണെന്ന് തോന്നുന്നു. കാരണം അത് എത്ര ഇല്ല എന്ന് പറഞ്ഞാലും അങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റണം എന്നുണ്ടെങ്കിൽ, ഇപ്പം നമ്മുടെ സൊസൈറ്റിയിൽ നമ്മൾ ജനിച്ചു വളർന്നതൊക്കെ നമ്മൾ കേരളത്തിലാണ്. അപ്പം ആ ഒരു കൾച്ചറൊക്കെ അനുസരിച്ച് നമ്മൾ ഒരു പരിസരബോധത്തോടു കൂടി ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു സ്പേസിൽ ഭയങ്കര പ്രൈവസിയോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളാണ് കിസ്സിങ്, ഹഗ്ഗിങ്. അല്ലെങ്കിൽ അതെന്ന് വെച്ചാൽ നമ്മൾ നോർമലി കാണുമ്പോൾ ഹഗ് ചെയ്യുന്നതല്ല ഞാൻ പറയുന്നത്, അല്ലാതെ ഒരു ലസ്റ്റോടു കൂടി ചെയ്യുന്നതൊക്കെ അത് നമ്മൾ പ്രൈവസിയോടുകൂടി ചെയ്യുന്ന ആൾക്കാരാണ്. അല്ലാത്ത ആൾക്കാരുണ്ട്. അതിപ്പം ഇപ്പം നമ്മൾ ഫോറിൻ കൺട്രീസിലേക്കൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചിലപ്പോൾ മരത്തിന്റെ ചോട്ടിലും അല്ലെങ്കിൽ പബ്ലിക്കലി ചിലപ്പോൾ ഇരുന്നിട്ട് കിസ് ചെയ്യുന്ന ആൾക്കാർ വരെ കാണുമായിരിക്കും, സെക്സ് ചെയ്യുന്ന ആൾക്കാരെ കാണുമായിരിക്കും. ഓപ്പൺ സെക്സ് ചെയ്യുന്ന ഒരു വിഭാഗം തന്നെ ഒരു കൾച്ചർ ഉണ്ട് അവർക്ക്. ഉണ്ട്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ വളർന്നിരിക്കുന്നത്. നോർമൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചിന്തിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്, ഇങ്ങനെ പ്രൈവറ്റ് ആയിട്ട് ചെയ്യണം എന്നുള്ളതൊക്കെയാണ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത്. നമ്മുടെ ഉള്ളിൽ അതൊക്കെയാണ് കിടക്കുന്നത്. പക്ഷേ ഇതിന് വിപരീതമായിട്ട് ആര് ചെയ്യുന്നോ അവരൊക്കെ അബ്നോർമൽ ആണെന്നാണ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത്. എന്തായാലും പുറത്തു പോയി പഠിച്ചു വന്നിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു കൾച്ചറുള്ള ഒരാളല്ല ഇവിടെ വന്നിട്ട് ഇത് കാണിക്കണം. നമുക്ക് പരിസരബോധം വേണം എന്നുള്ളത് തന്നെയാണ് നമ്മൾ എപ്പോഴും എടുത്തു പറയേണ്ട കാര്യം. നമ്മളൊരു സ്കൂളിന്റെ മുമ്പിൽ ചെന്നിട്ട് മൂത്രമൊഴിക്കില്ലല്ലോ. എല്ലാം നമ്മൾ ചിന്തിച്ചിട്ട് വേണ്ടേ ചെയ്യാൻ. അല്ല എന്നുണ്ടെങ്കിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഒരു സ്കൂളിന്റെ വാതിക്കേലി വന്നിട്ട് മൂത്രം ഒഴിക്കുന്ന ആൾക്കാർക്ക് അവരെന്തോ പ്രശ്നം ഉണ്ടെന്ന് തന്നെ. ഐശ്വര്യ രാധാലക്ഷ്മി തന്റെ ഒരു ചൈൽഡ്ഹുഡ് മെമ്മറി ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നല്ലോ നമ്മുടെ പോപ്പൻസിലെ ഇന്റർവ്യൂവിനകത്ത്. അപ്പോ അതില് അവര് പറഞ്ഞൊരു കാര്യമായിരുന്നു, ഇവര് സ്കൂളിൽ പോകുന്ന ടൈമിൽ ഒരാൾ ഇങ്ങനെ മുണ്ട് പൊക്കി വെച്ചിരുന്ന് പത്രം വായിക്കുന്ന ഒരു രീതി. കാരണം അതുവഴി സ്കൂൾ കുട്ടികളാണ് വരുന്നത്, അവർ കണ്ടോട്ടെ എന്ന രീതിയിൽ ചെയ്യുക. അതേപോലെ തുണിയില്ലാതെ വണ്ടി ഓടിച്ചു കൊണ്ടുപോവുക, സ്ത്രീകളെ കാണുമ്പോൾ മുണ്ട് പൊക്കി കാണിക്കുക. ഇങ്ങനെ ഒരു വിരോധാഭാസമുള്ള ഒരു കാറ്റഗറി ഓഫ് പീപ്പിൾ ഉണ്ട്. ചിലപ്പോൾ ആ കാറ്റഗറിയിൽ പെടുന്ന ആളായിരിക്കാം ഇങ്ങനെ കുളിക്കടവിൽ ഒരു സ്ത്രീ കുളിക്കുന്ന കണ്ടു. പ്രായഭേദമന്യേ അത് അവർക്ക് 50 വയസ്സുണ്ടോ 90 വയസ്സുണ്ടോ ഒന്നും നോക്കാതെ കയറി പബ്ലിക്കായിട്ട് അവരെ ലൈംഗിക അതിക്രമണം ചെയ്യുക. അതായത് എവിടെയെങ്കിലും ഒരു വടിയിൽ തുണി ചുറ്റി വെച്ചാലും ഇവന്മാർക്ക് അവരുടെ ആ ഒരു ആസക്തി തീർക്കണമെങ്കിൽ അവരത് ചെയ്യും എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. ഇങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ എന്താ പറയാ, എല്ലായിടത്തും നമ്മൾ പോകുമ്പോൾ സൂക്ഷിച്ചു പോകണം. ഇവന്മാരൊക്കെ ഉള്ളത് കൊണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാർ, ഇപ്പൊ ആണുങ്ങളായിക്കോട്ടെ പെണ്ണുങ്ങളായിക്കോട്ടെ, അങ്ങനെയുള്ള ആൾക്കാർ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇത്ര പേടിക്കേണ്ടി വരുന്നത്. നമ്മൾ ചോദിക്കാറില്ലേ, 2 മണിക്കൊക്കെ നമ്മൾ ഇറങ്ങി നടക്കാനായിട്ട് എന്തിനാണ് നമ്മൾ പേടിക്കുന്നത്? അത് രാത്രിയൊക്കെ പെൺകുട്ടികൾ ഇറങ്ങി നടക്കുന്നത് കൊണ്ട് എന്താണ് കുഴപ്പം എന്നൊക്കെ നമ്മൾ ചോദിക്കും. ഇങ്ങനെയുള്ള മാനസിക രോഗമുള്ള ആൾക്കാർ ഒരുപാടുണ്ട്. അതല്ലാതെ ഈ ഞരമ്പ് രോഗമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ഞാൻ പറയുന്നത് നോർമൽ ആയിട്ടുള്ള ആൾക്കാരെ പറ്റി അല്ല കേട്ടോ, അബ്നോർമൽ ആയിട്ടുള്ള ആൾക്കാരെ പറ്റി തന്നെയാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ പുറത്തൊക്കെ ആണെങ്കിൽ നിങ്ങൾ ആ രീതിയിൽ ചെയ്തോ. നമ്മളിവിടെയാണ് ജീവിക്കുന്നത്, നമ്മളിവിടെ ഇങ്ങനെയാണ് വളർന്നിരിക്കുന്നത്. എനിക്ക് തോന്നുന്നില്ല ഈ ഇപ്പം ഭയങ്കര പുരോഗമന ചിന്തയോടുകൂടി നമ്മളിപ്പോൾ പുറത്തുനിന്ന് നമ്മൾ കിസ് ചെയ്യുന്നത് കൊണ്ടോ അല്ലെങ്കിൽ എന്താ പറയുക സെക്സ് ചെയ്യുന്നത് കൊണ്ടോ ഒക്കെ ഒരു കുഴപ്പമൊന്നുമില്ല, അതൊക്കെ നടന്നോട്ടെ എന്ന് വിചാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ ഒരു സ്ഥിതി വെച്ചിട്ട് അത് വന്നു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു നിയമമോ അല്ലെങ്കിൽ നിയമം എന്നല്ല അങ്ങനെയൊക്കെ ഓക്കെയാണ് എന്നുള്ള രീതിയിലേക്കൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട് കുട്ടിച്ചോറായി പോകത്തേ ഉള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിതൊന്നും പരിചയമില്ല, നമുക്കിതൊന്നും കണ്ടിട്ടില്ല. അപ്പൊ നമുക്കിത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് അറിയണ്ടാവില്ല. ഇപ്പം ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇവിടെ കഞ്ചാവ് നമുക്കിവിടെ ലീഗലൈസ്ഡ് അല്ല. അപ്പൊ നമുക്ക് ലീഗലൈസ്ഡ് ആകുമ്പോൾ അല്ലെങ്കിൽ ഓക്കെ എല്ലാവർക്കും ഉപയോഗിക്കാം എന്ന് പറയുമ്പോൾ ഇത് പെട്ടെന്ന് മറ്റേ ഗൃഹിണി പിള്ളേർക്ക് ചക്കക്കൂട്ടാൻ കിട്ടിയ പോലെ ആയിരിക്കും. അതായത് എല്ലാവരും വാങ്ങിച്ച അന്ന് ലീഗലാണല്ലോ, എന്നാ പിന്നെ എവിടെ വേണമെങ്കിലും നമുക്ക് ചെന്ന് നമുക്ക് ഇതാക്കാം. ഈ ലീഗലാന്ന് പറഞ്ഞു കഴിയുമ്പോൾ ചിലപ്പോൾ ഇനിയിപ്പോൾ വരാൻ പോണത്, ഇപ്പൊ കഞ്ചാവൊക്കെ ലീഗലൈസ്ഡ് ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ
കുറച്ച് പുരോഗമനമായിട്ട് ചിന്തിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ എതിർക്കുന്ന പക്ഷം ആൾക്കാർ ചിലപ്പോൾ പോലീസ് സ്റ്റേഷന്റെ മുമ്പിൽ വെച്ചായിരിക്കും അവര് കഞ്ചാവ് വലിച്ചു നിൽക്കാൻ നമ്മുടെ പോകുന്നത്. നാട്ടിലെ ഈ പറയുന്ന ലൈംഗികതയോടുള്ള വിവിധ തലങ്ങളിലുള്ള ചിന്താഗതിയായിരിക്കാം ഇതൊരു പ്രശ്നം എന്ന് പറയുന്നത്. ഇപ്പൊ ഓപ്പൺ സെക്സ് ചെയ്യുന്ന സ്ഥലങ്ങളുണ്ടെന്ന് പറയുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മനുഷ്യനും മൃഗവും തമ്മിൽ എന്താണ് വ്യത്യാസം, ആ രീതിയിലാണ് നമ്മൾ കാണുന്നത്. മേ ബി ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ നമുക്ക് പറയാൻ പറ്റില്ല. നമ്മള് ഈ 90കളുടെ കാലഘട്ടത്തിലല്ല ഇപ്പൊ 2026 നമ്മൾ ജീവിക്കുന്നത്. ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. 2080 അല്ലെങ്കിൽ നമ്മളൊക്കെ മരിച്ച് നമ്മുടെ കുട്ടികളുടെ അടുത്ത ജനറേഷനൊക്കെ വന്നു കഴിഞ്ഞ് ഒരുപാട് മുന്നോട്ട് പോയി കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ ഇവിടെയും ഇത് നോർമലൈസ്ഡ് ആയിട്ട് വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. കാരണം ഈ ചുംബന സമരമൊക്കെ നമ്മൾ കാണുമ്പോൾ ചെറുപ്പത്തിലാണ് കാണുന്നത് ഇങ്ങനെ ഒരു കാര്യം നടക്കുന്നുണ്ട്, മറൈൻ ഡ്രൈവിൽ എന്താണ് ഈ നടക്കുന്നത്, അന്ന് അറിയാത്തൊരു കാര്യം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ചുംബിക്കുന്നത് ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഉമ്മ വെച്ചാൽ കുട്ടികൾ ഉണ്ടാകും എന്ന് പറയുന്നൊരു സംശയമില്ലല്ലോ. പക്ഷെ അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിൽ നിന്നും ഇപ്പോഴത്തെ ജനറേഷൻ വളരെയധികം മുന്നോട്ട് പോയി. ചിലപ്പോൾ നമുക്കറിയാത്ത സെക്ഷൽ ഫാന്റസികൾ വരെ ഇപ്പോഴത്തെ 10 വയസ്സുള്ള 12 വയസ്സുള്ള കുട്ടികൾക്ക് വരെ അറിയാം. ഇപ്പൊ അന്ന് ചുംബന സമരത്തിൽ ഏർപ്പെട്ടുള്ള ആൾക്കാർ അവരിപ്പോൾ നോർമലി ഇപ്പോൾ മറൈൻ ഡ്രൈവിൽ കൂടെ നടക്കുകയാണ്. അപ്പോൾ കുറേ ക്രൗഡ് ഉണ്ട്. അപ്പോൾ ആ ക്രൗഡിൻ്റെ ഇടയിൽ പെട്ടെന്ന് ഇവർക്ക് കിസ് ചെയ്യണമെന്ന് തോന്നി. അപ്പം അവർ ആണുങ്ങളോ പെണ്ണുങ്ങളോ എനിക്കറിയില്ല. അപ്പോൾ അവർ പാർട്ട്ണർഷിപ്പിൽ ഒരു കപ്പിളായിട്ട് അവർ കിസ്സിങ് ചെയ്യുകയാണെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഒരു ഇൻറ്റിമസി സീൻ അവിടെ ക്രിയേറ്റ് ചെയ്യാണ്. ആളുകൾ നോക്കോ ഇല്ലയോ? തീർച്ചയായും നോക്കും. അരോചകമായിട്ട് നോക്കോ ഇല്ലയോ? നോക്കും. അവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഇവരിങ്ങനെ ചെയ്യുന്നത് കൊണ്ട് അവർക്കൊരു അൺകംഫർട്ടബിലിറ്റി ഉണ്ടാവുകയും ചെയ്യും. നോക്കി നിൽക്കുന്ന ആൾക്കാർക്കും ഇത് തന്നെ ഉണ്ടാവുകയും ചെയ്യും. പക്ഷേ ഇവരിത് വെല്ലുവിളിച്ച് ചെയ്യുമ്പോഴാണ് ഇത് പ്രശ്നം വരുന്നത്. നോർമലി ഇതിങ്ങനെ ചെയ്യുകയാണെങ്കിൽ കിസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ആരും ശ്രദ്ധിച്ചു എന്ന് പോലും വരില്ല. ഞങ്ങൾക്കിത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് എന്തിനാ ഈ വാശി പിടിക്കുന്നതെന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പറയുന്ന സമരം ഉണ്ടാവുന്നത് തന്നെ ഈ മറൈൻ ഡ്രൈവിൽ ഇരിക്കുന്ന ആൾക്കാരെ ചൂരൽ വടി കൊണ്ട് അടിക്കുന്ന അല്ലെങ്കിൽ അവരുടെ കുടകൾ, അതൊരു കാലത്ത് ട്രോള് ഉണ്ടായിരുന്ന സംവിധാനമാണല്ലോ. മറൈൻ ഡ്രൈവിലെ കുറെ അധികം കുടകൾ അല്ലെങ്കിൽ കുട വിൽക്കാൻ തന്നെ ആൾക്കാരുണ്ടായിരുന്നു. അതിനെതിരെ കുറച്ച് ഈ സദാചാര ആൾക്കാർ ചെന്നിട്ട് അടിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അതിനെതിരെ പ്രതിഷേധമായിട്ടാണ് ഈ ചുംബന സമരമൊക്കെ വരുന്നത്. അത് കഴിഞ്ഞിട്ട് ശരിക്കും ഇത് കാലം മാറുന്നതനുസരിച്ച് നമ്മുടെ തോട്ടുകളും ചിന്തഗതിയൊക്കെ മാറിക്കൊണ്ടിരിക്കും. പക്ഷെ അവര് കാണിച്ചത് ഒരു തെണ്ടിത്തരാണ്. കാരണം എന്താ വെച്ചാൽ അടിച്ച് ഓടിച്ച് അങ്ങനെ ഉപദ്രവിക്കാനുള്ള റൈറ്റ് ഒന്നും ആർക്കും ഇല്ല. അതെന്ന് വെച്ചാൽ അവരവിടെ നിന്ന് ചെയ്യുന്നുണ്ടെങ്കിൽ മാന്യമായിട്ട് അവരെ ഇതാക്കി വിടണം. അല്ലെങ്കിൽ അവിടെയുള്ള ആൾക്കാർ തന്നെ അതെ ബുദ്ധിമുട്ടുണ്ടാവുന്ന രീതിയിലേക്ക് അത് പോകുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യണം. ഇല്ലാണ്ട് ഒരു ദിവസം വന്നിട്ട് അടിച്ചോടിച്ച് ആൾക്കാരെ ഉപദ്രവിച്ച് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് അത്ര വലിയ നല്ലതായിട്ട് തോന്നിയില്ല. പക്ഷെ ഇവരതിനകത്ത് എന്താ പറയാ കണ്ടുപിടിച്ച മാർഗം അതിനേക്കാട്ടിലും കോമഡി ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പോഴും ആലോചിക്കുമ്പോ ചുംബന സമരത്തിനെ കുറിച്ച് ആലോചിക്കുമ്പോ എനിക്ക് ചിരി വരും. ഒരുപാട് പേര് പറയുന്ന കേട്ടിട്ടുണ്ട്. ചുംബന സമരം കാണാനൊക്കെ അന്നത്തെ അവിടെ മറൈൻ ഡ്രൈവിന്റെ അടുത്തുള്ള കോളേജിലെയും സ്കൂളിലെ കുട്ടികളൊക്കെ ചെന്നിട്ടുണ്ടായിരുന്നു. പത്രത്തിൽ ഇപ്പോഴും ഓർമ്മയുണ്ട്, ഒരു പെൺകുട്ടി ഒരു പയ്യനെ ചുംബിക്കുന്ന ഈ പോലീസ് വാഹനം ഉണ്ടല്ലോ, വലിയ ആ വണ്ടിക്കകത്ത് നിന്ന് ഇവര് പരസ്പരം ചുംബിക്കുന്ന ഒരു പിക്ചർ ആയിരുന്നു അന്നത്തെ ഒരു പ്രധാന വാർത്ത പത്രത്തിന്റെ മുഖ പേജിൽ അല്ലെങ്കിൽ ഫ്രണ്ട് പേജിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് അന്ന് ഈ മറൈൻ ഡ്രൈവുമായിട്ടോ അല്ലെങ്കിൽ ഇവിടെ എന്താ ഈ കാര്യമൊന്നും അറിയില്ല, സ്കൂളിൽ പഠിക്കുന്ന കാര്യമാണ്, ഇങ്ങനെ ഒരു സംഭവം ഇവിടെ നടന്നിട്ടുണ്ട്. പക്ഷെ ഇങ്ങനത്തെയൊക്കെ പ്രതിഷേധങ്ങളൊക്കെ നടന്നതുകൊണ്ട് ഇപ്പൊ ഈ 56-കാരിയെ അല്ലെങ്കിൽ 90-കാരിയെ 5 വയസ്സുകാരിയെ ഇവരോടൊക്കെ ഇതൊന്നും പറ്റാത്ത കുറെ കാറ്റഗറി ആണെങ്കിൽ ഇനി പുറത്ത് പറയാത്ത ഒരു വിഭാഗം എന്ന് പറയുന്നത് മൃഗങ്ങളുടെ മുകളിൽ ഇത്തരത്തിലുള്ള ലൈംഗികാസക്തി തീർക്കുന്ന ഒരു വിഭാഗം. ഇവരെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? ഇങ്ങനെയുള്ള ആൾക്കാർക്കെതിരെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാർക്കുടെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട് എന്തുകൊണ്ട് ഈ വിമൻസ് ആൾക്കാർ ഫെമിനിസ്റ്റുകൾ വരുന്നില്ല എന്നുള്ളത് ഭയങ്കര ചോദ്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ വരുന്നത് ഓൺലി കുറേ പീഡനം അല്ലെങ്കിൽ മീ ടു കേസസിന് മാത്രമേ വരുന്നുള്ളൂ. അതായത് അല്ലാത്ത കുറേ ആൾക്കാർ സാധാരണക്കാർ ഒരുപാട് കിടന്ന് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ അതിൻ്റെ ഇടയിൽ ഞാൻ വിക്കി തക്കിൻ്റെ ഒരു വീഡിയോ കണ്ടിട്ട് അങ്ങനെയാണ് എനിക്ക് ഈ സാധനം ശരിയാണല്ലോ എന്നുള്ളത് ഞാൻ തോന്നിയത്. അങ്ങനെ ഇപ്പോൾ കുറേ നല്ല വീഡിയോസ് ചെയ്യാറുണ്ട്. അപ്പം ഞാൻ നോക്കിയപ്പോഴേക്കും അതിനകത്ത് പറയുന്നുണ്ട്, ഒരു ജസീല എന്ന് പറഞ്ഞിട്ടൊരു പെൺകുട്ടി ഒരു മലപ്പുറത്തുള്ളൊരു മോഷണക്കുറ്റം
വന്നിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു, നിരപരാധിയായിരുന്നു. അത് ഭയങ്കര സ്ട്രഗിൾ ചെയ്തിട്ടാണ് അവർ മരിക്കുന്നതിന് മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിനൊക്കെ എതിരെ എന്താണ് ആൾക്കാർ പ്രതികരിക്കാത്തത്? അതിന്റെ കൂടെയൊക്കെ എന്താണ് ആൾക്കാർ നിൽക്കാത്തത്? നമ്മൾ നോക്കുമ്പോ ഈ പ്രതികൾ സ്ത്രീകൾ തന്നെയായിരുന്നു. സ്ത്രീകൾ തന്നെയാണെന്നുണ്ടെങ്കിലും നിരപരാധികളുടെ കൂടെ നിൽക്കണം എന്ന് മാത്രമേ ഈ ഒരു കാര്യം ഭയങ്കര തെറ്റുകാരനെ. ഓപ്പോസിറ്റ് സ്ത്രീകളാണെന്നുണ്ടെങ്കിലും നിരപരാധി ഒരു സ്ത്രീയാണെങ്കിൽ ആ സ്ത്രീയുടെ കൂടെ നിൽക്കാം അല്ലേ? ഓപ്പോസിറ്റ് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ ആരും ആയിക്കോട്ടെ. പക്ഷെ നിരപരാധി ഒരു പെണ്ണാണെന്നുണ്ടെങ്കിൽ ആ പെണ്ണിന്റെ കൂടെ നിൽക്കാനായിട്ട് ആരും ഉണ്ടാവില്ല. അവര് സെലിബ്രിറ്റീസ് അല്ല എന്നുണ്ടെങ്കിൽ അവരുടെ കൂടെ നിൽക്കാൻ ഇവിടെ ആരും ഇല്ല എന്നുള്ളത് ഒരു സത്യമാണ്. ആരും ഉണ്ടാവില്ല, നമ്മൾ തന്നെ കിടന്ന് ഫൈറ്റ് ചെയ്യേണ്ടി വരും. പക്ഷെ ഇത്തരം കേസുകളിലൊക്കെ പൊതുവെ ഈ മനുഷ്യാവകാശ സംഘടനകളാണ് ഇടപെടുന്നത്. ഈ ഫെമിനിസ്റ്റുകളെക്കാട്ടിലുപരി ഫെമിനിസം എന്ന് പറയുന്ന ആ ഒരു കാര്യം എന്ന് പറയുന്നത് സ്ത്രീകൾ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളെയും ഐഡന്റിഫൈ ചെയ്ത് സംസാരിക്കുക എന്നുള്ള രീതി മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൽ ഇത്തരം ഈ ജസീലയുടെ കേസാണെങ്കിൽ ഞാൻ വിചാരിച്ചൊരു കാര്യമാണ്, ആ കുട്ടി സർവൈവ് ചെയ്യുന്നത് എൻ്റെ ഫാമിലി കാണുന്നുണ്ട്, എല്ലാവരും കാണുന്നുണ്ട്. അതേപോലെ സിസ്റ്റത്തിൻ്റെ ഒരു ഫെയിലിയർ ആണ്. അത്തരം ഒരു പീഡന പരാതി ഉണ്ടാകുന്ന സമയത്ത് കൃത്യമായി അതിൻ്റെ ഓപ്പോസിറ്റ് ആ കുട്ടീനെ ആ മാനസിക സംഘർഷത്തിലേക്ക് കടത്തിക്കൊണ്ടുപോയ ആ സുഹൃത്തിൻ്റെ മാതാവിനെയും ആ സുഹൃത്തിനെയും ഉറപ്പായിട്ടും ഈ മാനനഷ്ട കേസ് അല്ലെങ്കിൽ അത്തരത്തിലൊരു കേസ് കൊടുക്കണമായിരുന്നു. പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ തിരിച്ച് അങ്ങനെ ഒരു കാര്യം കൊടുക്കാനുള്ള ഒരു രീതിയോ അല്ലെങ്കിൽ ചിലപ്പോൾ ആ വാർത്താ പ്രാധാന്യം കിട്ടാത്തത് കൊണ്ടായിരിക്കാം. അതാ ഞാൻ പറഞ്ഞത് ഇതിപ്പം ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ പീഡനം ആ ഒരു കാര്യങ്ങൾ മാത്രമല്ല സ്ത്രീകൾ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ് എന്ന് പറയുന്നത്. ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. അല്ലെങ്കിൽ ഇപ്പം ഭർതൃഗൃഹത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട്. അങ്ങനെ ഒരുപാട് കേസസ് ഈ കേരളത്തിലും അല്ലെങ്കിൽ ഇന്ത്യയിലും ഒക്കെ ആയിട്ട് നടക്കുന്നുണ്ട്. അതിനകത്തുനിന്ന് ഈ പർട്ടിക്കുലർ ഈ പീഡനം മീറ്റു കേസുകൾ മാത്രം എടുത്തിട്ട് ഈ ഫെമിനിസം കാര്യം പറയുമ്പോഴേക്കും ഇവരുടെ തന്നെ വിലയാണ് കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ആരെങ്കിലുമൊക്കെ എന്താ പറയാ കോമഡി ആയിട്ട് ഈ ഫെമിനിസത്തിനെ കാണുന്നുണ്ടെങ്കിൽ അത് ഈ പറയുന്നിട്ടുള്ള പെർട്ടിക്കുലർ ഒരു കാര്യത്തിന് വേണ്ടി മാത്രം ഇറങ്ങിത്തിരിക്കുന്നത് കൊണ്ട് മാത്രമാണെന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളൂ. എല്ലാത്തിനും ഫെമിനിസം സംഘടനയിൽ നിൽക്കുന്ന 5-6 പേരെയൊന്നും ഞാൻ ഫെമിനിസ്റ്റ് ആയിട്ട് കാണുന്നില്ല. എന്റെ ചുറ്റിലുള്ള ഓരോ ആൾക്കാരെ ഞാൻ തന്നെ കാണുന്നത്. അതുകൊണ്ട് വിക്കി തഗ്ഗിന്റെ ആ ഒരു രീതിയോട് എനിക്ക് വിക്കി തഗ്ഗും ഒരു ഫെമിനിസ്റ്റ് ആണ്, അതുകൊണ്ടാണ് അയാൾ അത് ഐഡന്റിഫൈ അല്ലെങ്കിൽ അത് സംബന്ധിച്ച് പറയുന്നത്. പ്രത്യേകം ആൾക്കാരുണ്ട് ഇതിന്, അതായത് ഭയങ്കരമായിട്ട് കൊട പിടിച്ച് നടക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അവരെ നമുക്ക് ഫെമിനിസം ആ ഒരു രീതിയിലേക്ക് എനിക്ക് ഞാൻ പറയുന്ന സാധനം 10 പേര് കേൾക്കണം അല്ലെങ്കിൽ ഞാനാണ് ഇതിന്റെ മുകളിൽ നിൽക്കുന്നത് അങ്ങനെയൊക്കെ അല്ലെങ്കിൽ അത് അവരാണ് അത്തരത്തിലുള്ള ഒരു കാര്യം സൊസൈറ്റിയിലേക്ക് കൊടുത്തു പോകുന്നതാണ്. നമ്മൾ എനിക്ക് ഈ പറയുന്ന ഇത്തരം സംസാരിക്കുന്ന ആൾക്കാരെക്കാട്ടിലും സമൂഹത്തിൽ വളരെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരുപാട് അമ്മമാരുണ്ട്. അവരൊക്കെ ഫെമിനിസ്റ്റുകളായിട്ട് തന്നെ കാണാനാണ് എനിക്ക്. അത് തന്നെ പറയുന്നത്. ഞാൻ ആദ്യം പറയുന്നതിനകത്തൊന്നും എതിർത്ത് ഞാൻ പറയുന്നില്ല. ഈ കുറച്ച് ആൾക്കാർ വന്ന് തെറ്റിദ്ധരിപ്പിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അത് തന്നെ അപ്പുറത്ത് കുട പിടിച്ച് നടക്കാൻ ഒരു മെൻസ് അസോസിയേഷൻ, ഇവര് 4 പേര് അല്ലെ ശരിക്കും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താ, വുമൻസ് അല്ലെങ്കിൽ ഫെമിനിസ്റ്റിന്റെ ഗ്രൂപ്പായിട്ട് ഒരു കുറച്ച് പേരുണ്ടാവും. അതിന്റെ ഓപ്പോസിറ്റ് ഒരു മെൻസ് സംഘടന. ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കരിവരുത്തിക്കുന്നു. ഞങ്ങളുടെ ഒരു പ്രശ്നം വന്നു, ഇപ്പൊ സ്ത്രീ സംഘടന എന്ത് പറയുന്നു, അതിന്റെ അപ്പുറത്ത് അവരെന്ന് പറയുന്നു ഇങ്ങനെ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടായി, അപ്പൊ മെൻസ് അസോസിയേഷൻ എന്ത് പറയുന്നു. ഇതിനകത്ത് ഒന്നിലും നിൽക്കാതെ ന്യായത്തിന്റെ ഭാഗത്ത് ചിന്തിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. അവിടെ സ്ത്രീയെന്നോ പുരുഷനെന്നോ ഭയങ്കര വലുതായിട്ടുള്ള പരിഗണനയോ കാര്യങ്ങളോ ഒന്നും ആർക്കും കൊടുക്കേണ്ട കാര്യമില്ല. ഞാനങ്ങനെ കൊടുക്കില്ല. അതായത് ഞാനൊരു സ്ത്രീ ആയതുകൊണ്ട് എനിക്ക് ഈ ഒരു പരിഗണന തരണം എന്ന് പറയുന്നത് അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ഞാൻ കുറേയൊക്കെ ഞാനിങ്ങനെ ആലോചിക്കും. നമ്മൾ എല്ലാവരുടെയും മുമ്പിലേക്ക് എത്താനായിട്ട് ആഗ്രഹിക്കുമ്പോൾ ഒക്കെ നമുക്ക് സ്ത്രീയാണെന്നുള്ള ഒരു പ്രത്യേക പരിഗണന തരണം എന്നുള്ളത് എനിക്ക് അതിനോട് കുറച്ച് യോജിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇങ്ങനെയുള്ള ആൾക്കാർ ഈ ഫെമിനിസം എന്നുള്ള രീതിയിലേക്ക് അവർ വന്നിട്ട് എന്തൊക്കെയോ കിടന്നിങ്ങനെ പുലമ്പുമ്പോൾ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ വിഷയത്തിലേക്ക് അവരുടെ ആ ഒരു ചിന്താഗതി കൊണ്ട് മാത്രം ഉണ്ടാകുന്ന കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ ബാക്കിയുള്ളവരിലേക്ക് എത്തിക്കുമ്പോൾ അതിനകത്ത് ഭയങ്കര ഒരു തരം തെറ്റിദ്ധാരണയാണ് പലർക്കും ആ രീതിയിൽ വരുന്നത്. പരിഗണന നൽകണമെന്നും പറഞ്ഞ് ഈ ഫെമിനിസ്റ്റുകൾ വരുന്നത്. ശരിക്കും ഫെമിനിസം വന്നതൊന്നും പരിഗണന നൽകണമെന്ന് അപ്പുറത്തേക്കും അവസരങ്ങൾ ഒരേപോലെ കിട്ടണമെന്ന് മാത്രമേ ഫെമിനിസത്തിനകത്തുള്ളൂ. അത് ഈ അവസരങ്ങൾ ലംഘിക്കപ്പെടുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അതുകൊണ്ടാണ് നമുക്കൊന്ന് അഭിപ്രായം പറയാൻ പോലും സാധിക്കാത്ത. ഇപ്പോ അടുത്ത ട്രെൻഡിങ് ആയ ഒരു കാര്യമാണല്ലോ, ഇറാനിലെ ഒരു പ്രധാന നേതാവ് മരിച്ചപ്പോൾ എല്ലാവരും ഇന്ത്യയിൽ ഒരുപാട് ആൾക്കാർക്ക് വളരെ വിഷമം ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ ശരിക്കും അയാൾ ആരായിരുന്നു എന്ന് അയാളുടെ പൂർവ്വകാല ചരിത്രം പരിശോധിക്കുമ്പോൾ ഇറാനിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നിലനിൽക്കുന്നുണ്ട്. അവിടുത്തെ പെൺകുട്ടികൾക്ക് ഒരു വോയിസ് ഇല്ല. കാരണം 9 വയസ്സിൽ നിങ്ങൾ കല്യാണം കഴിക്കണമെന്ന് ആ രാജ്യത്ത് അവർ പറഞ്ഞു കഴിഞ്ഞാൽ
അതങ്ങനെയാണ്, നിങ്ങൾ അത് കഴിക്കണം. അപ്പൊ അതിന്റെ അവിടെ തിരിച്ചവർക്ക് പ്രതികരിക്കാനുള്ള ഒരു അവസരം അവിടെ ഉണ്ടാകുക, അല്ലെങ്കിൽ ഒരേപോലെ അവസരം ഉണ്ടാകുക, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനൊരു നമ്മുടെ സ്വാതന്ത്ര്യമുണ്ടല്ലോ, അത് നമുക്ക് കിട്ടുക എന്നുള്ളത്. അവരവിടെ പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ഫെമിനിസ്റ്റുകളുണ്ട്. പക്ഷെ അവരാരും ഞാനൊരു ഫെമിനിസ്റ്റ് ആണെന്ന് പറഞ്ഞു പോരാടുന്നില്ല. പക്ഷെ ഞങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പോരാടുന്നു. അതിന്റെ അപ്പുറത്ത് പുരുഷന്മാർക്ക് ആ ഒരു അവകാശം വേണ്ടെന്നോ ഞങ്ങൾ ഇവിടെ ഭരിക്കാൻ വരണം അങ്ങനെയൊന്നും പറയുന്നില്ല. ഇത് പാതിരക്ക് ക്ലിയർ ചെയ്യേണ്ട വരുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? കുറെ ആൾക്കാർ വന്നിട്ട് ഇതിനെ തെറ്റിദ്ധരിപ്പിച്ച് വെച്ചിരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഇവിടെ വന്നിട്ട് ക്ലിയർ ചെയ്യേണ്ട ഒരു കാര്യം വരുന്നത്. അല്ല ചിത്രം ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരാള് ഏതെങ്കിലും ഒരു സ്ത്രീയെ പറ്റി നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ ഇപ്പോ ട്രെൻഡിങ് ആയിക്കൊണ്ട് മറ്റൊരു കാര്യം, ഫെമിനിസ്റ്റ് ആണെങ്കിൽ എനിക്ക് അവളെ വേണ്ട, അല്ലെങ്കിൽ അവൾ എന്തോ ഒരു മോശം കാര്യമാണ്, അല്ലെങ്കിൽ ഒരു തെറ്റായിട്ടുള്ള കാര്യത്തെ കണ്ട് അഹങ്കാരിയാണ് രീതി, ഇവളൊരു സ്ത്രീപക്ഷവാദിയാണ്, ഒരു ഫെമിനിസ്റ്റ് ആണ്, അല്ലെങ്കിൽ ശരിക്കും ഫെമിനിസ്റ്റും പുരുഷ വിരോധിയും രണ്ടും വ്യത്യസ്തമാണ്. പക്ഷെ അത് രണ്ടും ഒന്നാണെന്നാണ് ഇവര് തെളിയിച്ചോണ്ടിരിക്കുന്നത്. ഈ കുറച്ച് ആൾക്കാർ തെളിയിച്ചോണ്ടിരിക്കുന്നത് പുരുഷവിരോധിയാണ് ഈ ഫെമിനിസ്റ്റുകൾ എന്നുള്ളതാണ് തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയാം, തെളിയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അവർ ഓരോ വാക്കുകൾ പറയുമ്പോഴും അവരുടെ അമർഷവും അവരുടെ ദേഷ്യവും കാര്യങ്ങളും ഒക്കെ അവർ ഈ വാക്കുകളിലൂടെ പുറന്തള്ളപ്പെടുമ്പോൾ, ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ അത് ബാക്കിയുള്ളവരിലേക്ക് എത്തിക്കുമ്പോൾ ആളുകൾക്ക് ഇങ്ങനെ ഒരു തോട്ട് ഉണ്ടാവുകയാണ്. യഥാർത്ഥ ഫെമിനിസം നമ്മുടെ ഉള്ളിലാണ് വേണ്ടത്. നമ്മൾ ആ രീതിയിൽ ഈക്വലായിട്ട് ചിന്തിക്കുക എന്നുള്ളതാണ് യഥാർത്ഥ ഫെമിനിസ്റ്റുകൾ ചെയ്യേണ്ടത്. ഇല്ലാണ്ട് ഞാൻ ഫെമിനിസ്റ്റ് ആണ്, ഞാൻ ഇങ്ങനെ പറയുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ വിചാരിക്കുള്ളൂ, എനിക്ക് ഇവിടെ ഇരിക്കാനേ പറ്റുള്ളൂ, നിങ്ങൾ വേണമെങ്കിൽ പോയി പണിയെടുക്കുക എന്നൊക്കെ പറയുന്നതൊക്കെ, അത് അങ്ങനെയുള്ള ആൾക്കാരെയാണ് ഈ ആൾക്കാർ പേടിക്കുന്നത്. കല്യാണം കഴിക്കുമ്പോൾ ഫെമിനിസം ചിന്താഗതിയുള്ള സ്ത്രീകൾ വേണ്ട എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്, പേടിച്ചിട്ടാണ്. കാരണം വിവാഹം എന്തായാലും നന്നായിട്ട് പോവില്ല എന്നുള്ളത് ഡാം ഷുവറാണ്, ഉറപ്പാണ്. ഇത്തരം ഫെമിനിസ്റ്റുകളാണെങ്കിൽ അല്ല, എന്തായാലും ഈ 56-കാരിയുടെ വിഷയം നമുക്ക് എടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല. പൊതുവെ മാനസിക രോഗമാണ്. 20 തൊട്ട് ഈ നമ്മളൊരു കാറ്റഗറി ഓഫ് പെൺകുട്ടികളെ ആൺകുട്ടികളെയാണ് പലപ്പോഴും ഈ കൂടിന്റെ അകത്ത് വെച്ച് വളർത്തുന്നത്. ഒരു 30 വയസ്സ് അതിന്റെ ആ ഒരു കാറ്റഗറി ആൺകുട്ടികൾക്കാണെങ്കിൽ ആ ഒരു പ്രായം തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷെ ഈ 50, 60, 70 വയസ്സുള്ളവരും ഇവിടെ സേഫ് അല്ല എന്ന് ആലോചിക്കുമ്പോഴാണ്. ആരും സേഫ് അല്ല, ആണുങ്ങൾ സേഫ് അല്ല, പെൺകുട്ടികൾ സേഫ് അല്ല. പ്രായത്തിലുള്ള ആൾക്കാരാണെങ്കിലും നിങ്ങൾ ഇവിടെ സേഫ് അല്ല. എനിക്ക് തോന്നുന്നു ആണുങ്ങൾക്ക് അത്രയും പ്രശ്നമില്ല. 50, 60, 70 പ്രായത്തില് ഈ ലൈംഗിക അതിക്രമണങ്ങൾ അധികം ഉണ്ടാവുന്നില്ല. പറയാൻ പറ്റില്ല. പുരുഷന്മാർക്ക് ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതും പേടിക്കണം. നമ്മുടെ അപ്പൂപ്പന്മാരെയൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ 30 വയസ്സ് അകത്തുള്ള ആൾക്കാർക്കാണ് കൂടുതലായിട്ടും പുരുഷന്മാർക്ക് ഈ അതിക്രമണങ്ങൾ നേരിടുന്നത്. എനിക്ക് തോന്നുന്നു അവർക്ക് എന്തോ അതിന് മുകളിലേക്കുള്ള പുരുഷന്മാരെ വേണ്ടാത്തത് കൊണ്ടായിരിക്കും, അറിയില്ല. പക്ഷെ സ്ത്രീകളുടെ കാര്യത്തിൽ ഒരു ഏജിനും സേഫ് അല്ല. അപ്പൊ നമ്മൾ ഇന്ന കാറ്റഗറി മാത്രം നമ്മൾ സേഫ് ആവാനുള്ള രീതിക്ക് അപ്പുറത്തേക്കും ഇത്തരം ആൾക്കാരെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ സൂചന കിട്ടും. ആ ആൾക്കാരുടെ ഏതെങ്കിലുമൊക്കെ ചെറിയ മൈന്യൂട്ട് പ്രവർത്തനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാവും ഇയാൾക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട്. മനസ്സിലാക്കാൻ പറ്റാത്ത കേസുകളും ഉണ്ട്, അതാണ് നമ്മൾ പേടിക്കേണ്ടത്. അതെ, അങ്ങനെ ആൾക്കാരെ കണ്ടെത്തുവാണെങ്കിൽ കൃത്യമായി അവർക്ക് എന്തെങ്കിലും ചികിത്സ കൊടുക്കാനുള്ള ചികിത്സ കൊടുക്കുക, പോലീസിനെ അറിയിച്ച് നമ്മൾ കാര്യങ്ങൾ ചെയ്യാന്നുള്ളത് ചെയ്യണം. പക്ഷെ അവർക്ക് വേണ്ടത് ജയിലിൽ പോയി കിടക്കുന്നതല്ല, ചികിത്സയാണ് അവർക്ക് വേണ്ടത്. ഇവരെ സാധാരണ കൈ കിട്ടി കഴിഞ്ഞാൽ അടിക്കുക ചെയ്യുന്നത്. അടി കൊടുത്തത് കൊണ്ട് ഈ മാനസിക പ്രശ്നം മാറുമോ? അല്ലെങ്കിൽ ജയിലിൽ കൊണ്ടിട്ട് കഴിഞ്ഞ് 10 വർഷം കഴിഞ്ഞ് ഇറങ്ങി വരുന്ന ആൾക്കാർ വീണ്ടും പോക്സോ കേസിന് വീണ്ടും അകത്തേക്ക് പോകുന്നു. ഇത് ഇവരുടെ ഒരു മാനസിക പ്രശ്നമാണ്. ഇവർക്ക് ആ ആൾക്കാരോട് ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ ഒന്നെങ്കിൽ ഇത് സുലഭമായി കിട്ടുന്ന റെഡ് സ്ട്രീറ്റുകളിലേക്ക് പോവുക, അല്ലെങ്കിൽ രാജ്യം വിട്ട്. അവർക്ക് അതിനോട് എനിക്ക് തോന്നണില്ല ത്രില്ല് ഉണ്ടാവില്ലായിരിക്കും, ഇങ്ങനെ ചെയ്യുന്നതിനോട് അഗ്രസീവ് ആയിട്ടുള്ള സെക്സിനോടായിരിക്കും താല്പര്യം. അപ്പം ചികിത്സ എടുക്കുക.